അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ വിവരിക്കവേ അള്ളാഹു പറയുന്നുണ്ട്, 309 കൊല്ലം ഉറങ്ങിയ അവർ ഉണർന്നപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ പണം കൊടുത്ത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ആ സുഹൃത്തിനോട് മറ്റുള്ളവർ പറയുന്ന കാര്യം, നീ മാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും നല്ല ഭക്ഷണം, അയ്യുഹ അസ്ക ത്വആമ, ഏറ്റവും അത്യബായ അഹല്ലായ ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം ഏതാണോ അത് വാങ്ങിച്ചു കൊണ്ടുവരണം എന്നാണ്. മാർക്കറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതും, ധരിക്കാൻ പറ്റുന്നതും ധരിക്കാൻ പറ്റാത്തതും, കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തുമുണ്ട്. എസ്പെഷ്യലി നമ്മൾ ജീവിതം മുന്നോട്ട് നയിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പാടില്ലാത്തവയെ പ്രത്യേകമായി അഭിമുഖീകരിക്കുക എന്നത് ലൈഫിൽ നാം നേരിടേണ്ട വലിയ പരീക്ഷണമാണ്. അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് അനുവദിച്ചതും ത്വയ്യിബുമായത് മാത്രമേ ആസ്വദിക്കാൻ പറ്റൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതം ആസ്വദിക്കണമെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ നാം കാണുന്നതും ആസ്വാദനത്തിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങളാണ്. ഇവിടെയുള്ള മീഡിയകളും അതുപോലെ തന്നെ സിനിമകളും അഭിനയങ്ങളും മറ്റു പലതും നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നത് ഭൗതിക ലോകത്തിൻ്റെ നശ്വരതയെ മറപ്പിച്ചുകൊണ്ടുള്ള ഇതൊരു അനശ്വര ലോകമാണ്, അതിനാൽ ഇവിടെ പരമാവധി എൻജോയ് ചെയ്യണമെന്ന നിലക്കുള്ള ചിത്രീകരണങ്ങളാണ്. അവിടെ നിന്ന് അള്ളാഹു മനുഷ്യന് നൽകിയ ബുദ്ധിയും ചിന്തയും വിവേകവും ഈ മഹാസംഗമത്തിൽ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനികമായിട്ടുള്ള തലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നെല്ലും പതിരും വേർതിരിച്ച് ഹലാലും ഹറാമും വേർതിരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.